ലതേ, നിന്നെ അന്വേഷിച്ച് ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. ആ, ഇതാ വരുന്നു. ആരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം. ഭാര്യയുള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത്? ഓഹോ, ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെട്ടിയും കിടക്കയായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എഴുന്നേക്ക്, ഉടൻ സ്ഥലം വിട്ടോ. എന്നല്ലേ ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ. വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട്? ആഹാരം വെച്ചു തരാൻ ആരുണ്ട്? മരുന്ന് വാങ്ങിത്തരാൻ ആരുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും സ്വർണ്ണലതയ്ക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഇത് അവസാന തീരുമാനമാണോ? എന്നാ ശരി, ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം. ഇതിനേക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. അദ്ദേഹം എന്നെ കൈവിടില്ല. അത് ശരി, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് വേഷവും കിട്ടും. നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഓഹോ, തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ നമുക്ക് കാണാം. ഒന്നും രണ്ടുപേർക്കും ജോലി, അല്ലെങ്കിൽ ആർക്കും ജോലി വേണ്ട. എന്താ ഇത്? ഇനി വന്നേ. ആ ചായ ഇങ്ങ് തന്നേക്കും. താങ്ക്സ്. ഇനി വാ. വന്നിരിക്കുന്നു. എന്തൊക്കെയാടി ഇത്? ആരാത്? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ജോലി വാങ്ങിയ. നിനക്ക് ചിരിക്കാം, ഞാനാ പുലിവാലി പിടിച്ചത്. പുലിവാലി പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല സിസ്റ്റർ. നിങ്ങൾക്കറിയോ, എനിക്ക് കിട്ടേണ്ട ജോലി അവർ തട്ടിയെടുത്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ പറയൂ. ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം. ഒന്നുകിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യൂടെ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ നിന്റെ ജോലി പോക്കാം. തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ. വിശ്വട്ടിനൊന്ന് വന്നാ എന്തെങ്കിലും ഒരു ജോലി ഇയാൾക്ക് ശരിയാക്കി കൊടുക്കാം. അതുവരെ ഇവിടെ എങ്ങാനും കഴിഞ്ഞോട്ടെ. എവിടെയോ? ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ. നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അത് വേണോ? അതേ ഉള്ളു മാർഗം. വാ. തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാ, ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ന്യായം. താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ്സ് മാഡം. എവിടെയവൻ? വിശ്വനാഥൻ. വിശ്വേട്ടൻ ഇവിടെ ഇല്ല. കാശിന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞേ വരൂ. എനിക്കിനി അവധി കേൾക്കാനൊന്നും പറ്റുകയില്ല. മനസ്സിലായോ? വാങ്ങിച്ച കാശ് ചോദിക്കാൻ ആണുങ്ങൾ വരുമ്പോ അവധി പറയാൻ ഭാര്യ ഒരുക്കി നിർത്തിയാൽ മിണ്ടാതെ അങ്ങ് പോകുന്ന അവന്റെ വിചാരം. അവറാച്ചിനെ കിട്ടുകയില്ല. നീ കണ്ണുരുട്ടി കാണിച്ചെന്ന് വിചാരിച്ച അവറാച്ചൻ പേടിക്കല. കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഓർക്കണമായിരുന്നു. സാറേ, സ്ത്രീകളോട് അല്പം കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. അയ്യോ, ഇയാൾ ആരാ? ഞാൻ ആര് വേണോ ആയിക്കോട്ടെ. കാശിന്റെ പ്രശ്നം തന്നാ തീരുന്നേ ഉള്ളൂ. പക്ഷെ പുറത്തു വിടുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാ നീ ഇതിൽ ഇടപെടണ്ട. എടാ മോനിച്ച, നീ ഇവിടെ ഒരു കുത്തിരിയടാ. അവൻ എന്നാ വരുന്നെന്ന് വെച്ചാ പണവും മാറ്റോണ്ട് വന്നാ മതി. കാവലിരിക്കാൻ തൽക്കാലം ഒരു പട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല. കെവൻ ഏതാ? അത് എന്റെ ബ്രദറാ. അത് ശരി. ആങ്ങളെ വിളിച്ചു വരുത്തി കടക്കാരെ പറഞ്ഞയക്കാൻ നിർത്തിയേക്കായിരിക്കും. എടാ മോനിച്ചോ, ഇവന്റെ ഒരു കൈ ഓൾറെഡി ഡാമേജ്ഡാ. ഇനി അടുത്ത കൈയും കൈ കൂടുതൽ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല സാറേ. അവറാച്ചന്റെ തനി സ്വഭാവം നിനക്കൊന്നും അറിയത്തില്ല. അളിയൻ വരുമ്പോ പറഞ്ഞേരെ, ഫ്ലാറ്റ് പണിയാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ സ്ഥലം വേറെ ആണുങ്ങളുടെ പേരിലായിരിക്കുന്നു. വളരെ മോനിച്ച. എന്താ ആരാ ഇയാൾ? എന്താ പ്രശ്നം? എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയൊന്നുമില്ല. വരുന്നേ. ആരാ?
ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? തുറക്കാൻ. എല്ലാം ക്യൂറായി, പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞോണ്ട് മാത്ര അവളൊരു പാവായിപ്പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു, തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരെ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ, പിന്നെ അല്ലാതെ ആരെയാ? ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വടിനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്ന. നിനക്ക് കാണുന്നവരൊക്കെ പാവാ. ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും. എന്താലേ, എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്താ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ. ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അത് തന്നെ അതങ്ങ് കൊടുത്തേക്ക് മോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. പെറ്റീഷൻ കൊടുത്ത പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ടടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡ്ഡുവോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു.